ഇലക്ഷൻ പ്രചരണമൊക്കെ ചൂട് പിടിച്ചിരിക്കുന്ന സമയമാണ്, അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ഇതുവരെ നിങ്ങളിപ്പോ പ്രചരണ വാഹനങ്ങളിലൊക്കെ സഞ്ചരിക്കുന്നുണ്ടല്ലോ, വാർഡിന്റെ വിവിധ പഞ്ചായത്തുകളൊക്കെ നിങ്ങൾ സന്ദർശിച്ച്, എന്താണ് അഭിപ്രായം? എങ്ങനെയാണ് ജനങ്ങളുടെ പ്രതികരണം? ജനങ്ങളെ പ്രതികരണം എന്താ പറയാ, കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ MLA കുർക്കോളി മൊയ്ൻ സാഹിബ് ആയിരുന്നല്ലോ. ഇപ്പൊ രണ്ടാമത്തും ഈ വാർഡ് നമ്മുടെ മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ 5 വർഷക്കാലം എന്ത് കാര്യത്തിലാണ്, എന്ത് വിഷയത്തിലാണ് ഈ കുർക്കോളി മൊയ്ൻ സാഹിബ് ഇടപെടാത്തത്? അത് മറ്റുള്ളവരെന്ന് പറയട്ടെ. നമ്മുടെ സുഖത്തിലായാലും ദുഃഖത്തിലായാലും വികസനത്തിലായിക്കോട്ടെ എല്ലാ കാര്യങ്ങളും പുരോഗതിയിലാണ് അയാള്. എല്ലാ ഇതിലും ഇടപെട്ട് എല്ലാ എന്താ പറയാ, ഒരു അങ്ങാടി വന്നു കഴിഞ്ഞാല് വാഹനത്തിൽ പോകണമെങ്കിൽ അവിടെ ഇങ്ങനെ കുട്ടികളെ കാണാൻ അവിടെ ഇറങ്ങും, അവിടെ അവരെ സുഖവിവരങ്ങൾ അന്വേഷിക്കും. പിന്നെ നമ്മള് കായിക താരങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അയാൾ. അപ്പോ മൂപ്പരെ പറ്റി പറയാൻ എന്താ പറയാ, ഒന്നും പറയാനില്ല. കാരണം വളരെ സത്യസന്ധനായ ഒരു വ്യക്തിയാണ് അയാള്. എന്റെ ഒരു അഭിപ്രായം, അതായത് ഇപ്പൊ ഈ പുതുവെ വളർന്നു വരുന്ന പുതിയ ജനറേഷൻ, ഈ ജനറേഷന് പലപ്പോഴും ഈ രാഷ്ട്രീയത്തോട് മുഖം തിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്ത ഈ ന്യൂജനൊക്കെ ഈ സത്യസന്ധതയും നീതിയും ന്യായമൊക്കെ ഇഷ്ടപ്പെടാം. അവർ സാധാരണക്കാരായി ചിന്തിക്കുന്ന ആളുകളാണ്. അപ്പൊ അവർക്ക് ഈ അഴിമതിയും അതുപോലെ ഈ അങ്ങനെയുള്ള പരിപാടികളൊന്നും വലിയ താല്പര്യമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കുർക്കോളി മൊയ്തീനെ പോലെ ഒരു സത്യസന്ധനായ മനുഷ്യൻ എത്രയോ കാലങ്ങളായിട്ട് രാഷ്ട്രീയ ജീവിതത്തിൽ സജീവമാണ്, പൊതുപ്രവർത്തനം സജീവമാണ്. കാര്യമായ ഒന്നും പാർട്ടി കൊണ്ട് ഇന്ന് വരെ സമ്പാദിച്ചിട്ടില്ല. അന്ന് മുതൽ ഇന്ന് വരെ പൊതുപ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെച്ചതാണ്. അപ്പോൾ ഇന്നത്തെ യുവാക്കളുടെ നീക്കങ്ങൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അനുകൂലമായി നീങ്ങുന്നതാണ് ഞാൻ കാണുന്നത്. എന്താ അതിനെ കുറിച്ച് അഭിപ്രായം? കുർക്കോളി മൊയ്ൻ സാഹിബ് പഴയ ഭാഷാ സമര പോരാളിയാണ്. പോരാളിയാണ്. ആ മൂപ്പര് എന്താ പറയാ, മൂപ്പരെ പറ്റി ഒരുപാട് പറയാണ്ട്. കൽപ്പകഞ്ചേരി സ്കൂളിൽ പഠിച്ച അവിടുന്ന് മൂപ്പരെ ക്ലാസ്മേറ്റുകളെ തന്നെ നമ്മൾ അറിയുന്ന ഒരുപാട് വ്യക്തിയുണ്ട്. അവരൊക്കെ പറഞ്ഞിട്ട് നമ്മളെ അത്ഭുതപ്പെടും. കുർക്കോളി ആ കാലത്തെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ അന്ന് സ്കൂളിൽ പഠനത്തിന് വന്നിരുന്നതും. കാരണം വളരെ എന്താ പറയാ, പാവപ്പെട്ട കുടുംബങ്ങളൊക്കെ വലുതാണ്. പക്ഷെ മൂപ്പര് കുടുംബ സാമ്പത്തികമായിട്ട് അന്നുമില്ല ഇന്നുമില്ല. അത് നമുക്ക് ഞാനൊക്കെ പഴയ കാലത്ത് CPM പഠിക്കുന്ന സമയത്തും ഇയാളൊരു നമ്മളെ കണ്ടാലൊക്കെ കൈ അന്നും തരും. അതായത് ഞാൻ CPM-കാരനാണോ അല്ല മാർക്സിസ്റ്റുകാരനാണോ മറ്റുള്ള പാർട്ടിക്കാരനോ അയാൾ നോക്കൂല. മൂപ്പർക്ക് നമ്മളെ ഇവിടെ ആരെ കണ്ടാലും അത് മൂപ്പരുതായ നമ്മളതായ അനിയന്മാരെ പോലെ അല്ലെങ്കിൽ ജ്യേഷ്ഠന്മാരെ പോലെ കാണുന്ന ഒരു വ്യക്തിയാണ്. അതിപ്പോ എന്താ പറയാ, മറ്റുള്ളവരൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെടുക്കാന്നല്ലാതെ മണ്ഡലത്തിൽ വികസനം ഇല്ലാതില്ല എന്നൊക്കെ പറഞ്ഞെടുക്കണ കുറച്ച് അനുഭാവികളൊക്കെ ഉണ്ട്.